ഇൻട്രൊഡക്ഷൻ ഒന്നും നിൽക്കുന്നില്ല, അധികം വൈകിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് കടക്കാം. ഇന്ന് ആദ്യം തന്നെ നമുക്ക് ചില സാഹസികതകളൊക്കെ കണ്ടുകൊണ്ടങ്ങ് തുടങ്ങാം. ആരും ഇന്നേവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന വേറൊരുത്തന്റെ കോപ്പി ചെയ്യാനല്ലോ, എനിക്ക് പിന്നെ അയാൾ പോലെ. ഈ എന്തായാലും നല്ല ഭാഗ്യമുണ്ട്, ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ പുള്ളി മേലോട്ട് എടുക്കേണ്ടി വന്നേന്. നമുക്കറിയാം ഇപ്രാവശ്യത്തെ IPL ഈയിടെ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇപ്രാവശ്യത്തെ IPL വല്ലാതെ അങ്ങനെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ന്യൂസ് കേട്ട് ഞാൻ വളരെയധികം ഷോക്കഡാണ്. IPL മെഗാ താരലേലം ആരംഭിച്ചു. ഏതാണ്ട് 8.25 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ ഗൈസ്? ഇപ്പൊ ഈ സിസ്റ്റം ഒക്കെ വന്നോ? IPL മുമ്പത്തെ സീസണുകളെക്കാൾ വ്യത്യസ്തമാണ് ഇപ്രാവശ്യം എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ഇതായിരുന്നു. ഇനി ഇവിടെ നമുക്ക് കാണാം, ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ഇവിടെ ഒരു ഷൂട്ടിംഗ് നടത്തുകയാണ്. മുരുകനോട് ആര് വന്നു പറയണം. എന്താണ് ബ്രോ, ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ അവൻ ആ ക്യാമറയ്ക്ക് പകരം ഫോണിന്റെ ക്യാമറയിലേക്ക് നോക്കിപ്പോയി. എന്തായാലും ക്യാമറ ആണല്ലോ. നിങ്ങൾ അവതാർ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? ഈ കല്ലും കാറ്റും വെള്ളമൊക്കെ കൺട്രോൾ ചെയ്യാൻ സൂപ്പർ പവറുള്ള അവതാറിന്റെ. അപ്പൊ അതിൽ ആ വെള്ളം കൺട്രോൾ ചെയ്യാനുള്ള പവറൊക്കെ ഇവർക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ വീഡിയോ പ്രൂഫാണത്രേ. ഇവർക്ക് ചിലപ്പോൾ പവർ ഈയിടെ ആയിരിക്കും കിട്ടിയത്, അതുകൊണ്ട് പവർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ലായിരിക്കും. പ്രാക്ടീസ് ചെയ്യ്, ശരിയാവും. ഈ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി വഴി തെറ്റി എന്നൊക്കെ പലരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഈ അടുത്ത് ഏറ്റവും വലിയ ഗൂഗിൾ മാപ്പ് ദുരന്തത്തിന് ഇരയായത് ഇവർ തന്നെയാണ്. നമ്മൾ വീണ്ടും കോട്ടയത്തേക്കാണ്. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാർ തോട്ടിൽ വീണു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം ഉണ്ടായത്. കുറുപ്പന്തറ കടവ് പാലത്തിന് സമീപമാണ് സംഭവം. യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വാഹനം അവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമമാണ് കാണുന്നത്. ശ്യാംകുമാറുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഹൈദരാബാദ് സ്വദേശികളാണ് ഇങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടത്. ശവത്തി കുത്താണെന്ന് വിചാരിക്കരുത്. എന്നാൽ ഈ ഗൂഗിൾ മാപ്പിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ ആ റോട്ടിലേക്കും കൂടി ഒന്ന് നോക്കിക്കൂടായിരുന്നു. എന്തായാലും ഹൈദരാബാദിൽ നിന്ന് വണ്ടി പിടിച്ചു വന്ന് കേരളത്തിൽ വന്ന് മുങ്ങിത്താഴെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ വിദ്യയല്ല, അതെന്ത് പറയാൻ. ഗൈസ്, ഇനി നമുക്ക് ഭയാനകമായ ഒരു ബാധയൊഴിപ്പിക്കൽ സീന് കണ്ടാലോ? ബാറ്ററി തീരുന്നതിന് മുൻപ് വേഗം ഒഴിഞ്ഞു പോ പ്രേതവേ. ഇനി ഇതിൽ പ്രേതം ഒഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്തത് കയ്യിൽ ആ ധൂമച്ചാലേ ഫോണുണ്ട്, അതിലെന്തായാലും ഒഴിയും. എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ റെയിൽവേ, ഈ പുതപ്പിൻ്റെ കളറ് വെള്ളയെന്ന് മഞ്ഞ പച്ച എന്തെങ്കിലും ഒന്ന് ആക്കി തരണം. രാത്രി കണ്ണു തുറന്ന് നോക്കുമ്പോൾ മോർച്ചറിയിൽക്കൊക്കെ നോക്കും പോലെ പേടിയാവുക. ദയവ് ചെയ്ത് എൻ്റെ അപേക്ഷ സ്വീകരിക്കണം. എന്താ പറ, മോർച്ചറി വൈബ് ഇഷ്ടമല്ലേ നിനക്ക്? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? എന്തായാലും അത്യാവശ്യം പൈസ പൊട്ടും, അപ്പൊ പിന്നെ നല്ല 2 ഫോട്ടോയെങ്കിലും കിട്ടിക്കോട്ടെ. നേരത്തെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് വെള്ളത്തിൽ ചാടി വരെ കണ്ടല്ലോ. അപ്പൊ അതേ വിധി വരേണ്ടതായിരുന്നു ഇവർക്കും. പക്ഷെ ഇവര് ഇടക്ക് റോട്ടിൽ നോക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ കാണുന്ന പുഴ കടന്നാൽ നമ്മുടെ സ്ഥലമെത്തി. ഗൈസ്, നിങ്ങൾക്ക് ഈ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ കാണുന്നത് ഇഷ്ടമാണോ? എന്നാ കണ്ടോളൂ. ഇരിക്കുന്നില്ല, ലേശ അർജന്റ് ഉണ്ടെന്ന്. ഇനി നമ്മുടെ നാട്ടിലെ യുവാക്കൾ മാതൃകയാക്കേണ്ട ഒരു മഹത് വ്യക്തിയെ കാണാം. നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ, ഇതുപോലെ പല സാധനങ്ങളും റോഡ് സൈഡിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കുക ആദ്യം, എന്നിട്ട് ഒരു ഉപകാരമല്ലേ, ഇതുപോലെ തേങ്ങ ആണെങ്കിലും കല്ലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അത് മാറ്റിയിട്ടാൽ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. കാരണം അപകടങ്ങൾ ഏത് വഴിക്കാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഗൈസ് പറയുന്നത്, നമ്മളെല്ലാവരും പരോപകാരികളായിരിക്കണം. ഇപ്പൊ കണ്ടില്ലേ, അവൻ കാരണം നാട്ടുകാർക്കും ഉപകാരമായി, അവന്റെ വീട്ടുകാർക്കും ഉപകാരമായി. റോട്ടിൽ നിന്നൊരു അപകടം ഒഴിവായി, വീട്ടിലാണെങ്കിൽ ഒരു ചമ്മന്തിക്കോ വറുത്തരച്ച കറിക്കൊക്കെയുള്ള സ്കോപ്പുമായി. അതാണ് പറയുന്നത്, നന്മ പരക്കട്ടെ ഗൈസ്.
ഇനി വളരെ വിചിത്രമായ ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും സംഭവം നടക്കുന്നത് ഇന്ത്യയിലല്ല. കാരണം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആ ഇരിക്കുന്ന ആളാണ് വണ്ടി ഓടിച്ചു വന്ന ആളെ തല്ലേണ്ടത്. ഇവിടെ ഇത് നേരെ തിരിച്ചും. സംഭവം വേറെ ഏതോ നാടാണിത്. ചിലപ്പോൾ അവരുടെ നാട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് ചില ക്രിക്കറ്റ് മൂമെന്റ്സ് കാണാം. പിന്നല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബൗണ്ടറി എന്തിനു മിസ്സാക്കണം? അത് കണ്ടിട്ടാണ് ഇവനും അതിന് ശ്രമിച്ചത്. പക്ഷേ അന്ന് മുംബൈക്ക് മനസ്സിലായില്ല, അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അവൻ ബാറ്റ് വീശി വന്നപ്പോൾ ഒരു കാറ്റ് ഉയർന്നു സാർ. ആ കാറ്റിന് നല്ല പവർ ഉണ്ടായിരുന്നു. ഇജാതി വീശലൊക്കെ. ഓ ഓ ഓ അപ്പൊ അവൻ അവന്റെ ലേഡിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവുകയാണ്. കൊള്ളാം മക്കളെ, സ്വല്പം റൊമാൻസ് ഒക്കെ ആയിക്കോട്ടെ. ഇതാണോ ലൈന്? എടാ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഓഹോ, മിന്നൽ മുരളി റീമേക്ക് ഒക്കെ ഇറങ്ങിയോ? കൊള്ളാം കൊള്ളാം. One day later. വലുതെന്തോ വരാനിരുന്നത് അങ്ങനെ അങ്ങ് പോയി എന്ന് വിചാരിച്ചാ മതി. ഓണാടാ. अरे यार ये बीच रोड में पेड़ गिर गया, ये पेड़. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, വഴിയിലൊരു മരം വീണ് കിടക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. എന്നാൽ അപ്പോഴാണ് ദൈവദൂതനെ പോലെ അദ്ദേഹം അവിടെ എത്തിയത്. अरे यार ये बीच रोड में पेड़ गिर गया, ये पेड़ कैसे हटेगा? अरे थैंक यू ब्रो, थैंक यू. അതാണ് ഗൈസ്, ഡോണ്ട് വർക്ക് ഹാർഡ്, വർക്ക് സ്മാർട്ട്. കുട്ടേട്ടാ, മഴ പെയ്തു കുട്ടേട്ടാ. ഇതൊന്നെങ്കിൽ അവിടുത്തെ പൈപ്പ് പൊട്ടിയതാണ്, അല്ലെങ്കിൽ ഇത് വാട്ടർ അതോറിറ്റിയുടെ പുതിയ ബൈക്ക് സർവീസിംഗ് യോജന വല്ലതും ആയിരിക്കും. എന്തായാലും സംഗതി കൊള്ളാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IPL ഈയിടെയാണ് കഴിഞ്ഞത്. അപ്പൊ ഈ IPL സമയത്ത് നടന്ന ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഈ പെൺകുട്ടി. എനിക്ക് ഈ ക്രിക്കറ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം പക്ഷെ ഈ സമയത്ത് ഇങ്ങനെ IPL ഒക്കെ നടത്തുകൊണ്ട് എല്ലാവരും അതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് കൊണ്ട് ഞാൻ എന്തൊക്കെയാ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരോടൊക്കെ ചോദിക്കും, ഇന്ന് എന്തുണ്ടായി, ആരെ ജയിച്ചു, അതുപോലെ. എനിക്ക് ഇതിനെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും എന്നെ പൊട്ടനാക്കും. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ച് ഞാനാണ് ഏറ്റവും വലിയ പൊട്ടന്ന്. ശിവൻ വരുന്ന വഹിക്കാനോട് പറഞ്ഞ് ഞാൻ ചോദിച്ചു, രാജസ്ഥാൻ ഫൈനലാണല്ലോ, അപ്പൊ ഒരു ചേച്ചി പറഞ്ഞ് ഇല്ല പോണ്ടിച്ചേരി ആയിട്ട് തോറ്റുന്നു. അപ്പൊ ഓക്കെ, ഞാനത് വിശ്വസിച്ച് അങ്ങനെ നിൽക്കുക. അപ്പൊ എന്റെ കൂടെ വേറൊരാളുണ്ട്, എനിക്ക് അത്ര പോലും എനിക്ക് ഇതിനെക്കാട്ട് വലിയ ഐഡിയ ഒക്കെ ഉണ്ട്. എന്നിട്ട് IPL ടീം പറഞ്ഞുതരാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അല്ല, രണ്ടാമത്തത് കേരള ബ്ലാസ്റ്റേഴ്സ്, മൂന്നാമത്തത് മഞ്ഞപ്പട. IPL ടീമിന്റെ പേരൊക്കെ പറഞ്ഞത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ ഇല്ല പറഞ്ഞു കൂടുതൽ പറഞ്ഞ. അപ്പൊ മഞ്ഞപ്പട എന്തായാലും ഉണ്ട്, മഞ്ഞപ്പട.
ചിലർ അങ്ങനെയാണ്. അവർക്ക് ഏത് ടീമും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും വോളിബോൾ ആയാലും. ബൈ.